അസ്സലാമലൈക്കും. അച്ചസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല അടിപൊളി ടേസ്റ്റിൽ പെട്ടെന്ന് വെറും നിമിഷ നേരങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു കുക്കർ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്നറിയില്ല, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കുക്കറിലൊരു ബിരിയാണി ഉണ്ടാക്കുന്നത്. ബിരിയാണി എന്നല്ല, ഞാൻ ഒരു റൈസും ഇതുവരെ കുക്കറിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേങ്കിൽ ഇത് അപാര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മംഗലപ്പുരയിലെ ബിരിയാണി എങ്ങനെ ഉണ്ടാവും അതുപോലത്തെ ടേസ്റ്റും സ്മെല്ലും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കാണാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ജീരകശാല അരി ഉണ്ടല്ലോ, അതാണ് എടുത്തത്. ആ ഒരു അരിക്കായിരിക്കും കൂടുതൽ ടേസ്റ്റും സ്മെല്ലും ഫ്ലേവറും ഒക്കെ ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിൽ 3 ഗ്ലാസ് അരി ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ എടുക്കാം. നമുക്ക് ബീഫ് മട്ടൻ ഒക്കെ വെച്ചിട്ട് ഇതുപോലെ സെയിം പ്രോസസ്സിൽ ചെയ്തെടുക്കുക. പിന്നെ ചിക്കൻ എടുക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ കുക്കറിലാണല്ലോ ഉണ്ടാക്കുന്നത്. എങ്ങാനും കൂടുതൽ വെന്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കഷ്ണങ്ങളൊക്കെ വെന്ത് ഉടഞ്ഞു പോകും. അപ്പോൾ കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അരിയും നല്ലോണം കഴുകിയിട്ട് കുറച്ച് സമയം വെള്ളത്തിൽ കുതിരാൻ വെക്കുന്നുണ്ട്. ഒരു 10-15 മിനിറ്റോളം മാത്രം മതി വെള്ളത്തിൽ കുതിരാൻ വെക്കുക. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കാശ്മീരി ചില്ലി, ഒരിത്തിരി മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ തൈര് ഇവ ചേർത്തിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കിയ ചിക്കനും ഇട്ടിട്ട് നല്ലോണം ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. നമ്മളെ സാധാരണ തലശ്ശേരി ദം ബിരിയാണി പോലത്തെ ബിരിയാണിയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും മാത്രം ചിക്കനിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ നമ്മളെ പാലക്കാട് സ്റ്റൈലിലുള്ള ആ ഒരു ബിരിയാണി ഉണ്ടല്ലോ അതാണ് ഉണ്ടാക്കുന്നത്. സംഭവം അതൊന്നും ആയിരുന്നില്ല. നമ്മളെ പൊരിച്ച ചിക്കൻ ബിരിയാണി ഉണ്ടല്ലോ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പം പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള ചിക്കൻ മസാല പുരട്ടിയൊക്കെ വെച്ചതായിരുന്നേ. പെട്ടെന്നാണ് മടി പിടിച്ചിട്ട് ഞാൻ വിചാരിച്ചത് പിന്നെ വേഗം കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ്. പക്ഷേങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നേ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇതുവരെ ആരെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇനി അതവിടെ മസാല പുരട്ടി വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള സവാള, തക്കാളി, സാധാരണ പോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ ദം ചെയ്യാൻ ആവശ്യത്തിനുള്ള മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞെടുക്കുക. പിന്നെ മല്ലിയില കേട് കൂടാതെ നമുക്ക് കുറേ കാലം സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ടിപ്പാണ് ഇത്. നമ്മളൊരു ഗ്ലാസ്സിൽ ഒരു 1/4 ഗ്ലാസ്സോളം, കൂടി പോവരുത്, ഒരു 1/4 ഗ്ലാസ്സോളം നല്ല തണുത്ത വെള്ളം എടുക്കുക. എന്നിട്ട് വാങ്ങിച്ച മല്ലിയിലയിൽ കേടായ ഇലകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞിട്ട് എല്ലാം കൂടി ഒന്നിച്ചിട്ട് അതിൻ്റെ തണ്ട് ആ ഒരു വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ട് മുകൾ ഭാഗത്തുള്ള ആ ഒരു ഇലയുടെ ഭാഗം ഉണ്ടല്ലോ അവിടെ മുഴുവനായിട്ടും ഒരു കവർ എടുത്തിട്ട് ഇങ്ങനെ കവർ ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഡോറിൻ്റെ സൈഡ് ഉണ്ടല്ലോ അവിടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ മാസങ്ങളോളം നമുക്കിത് കേടുകൂടാതെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ലീഫായിട്ട് കിട്ടും കേട്ടോ. ഇതിപ്പോൾ 10-20 ദിവസത്തിന് ശേഷമുള്ള മല്ലിയിലയാണ് കേട്ടോ. ഇപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് ആ ഒരു ഗ്രീനറിയോട് കൂടിയിട്ട് തന്നെ ഉണ്ട്. ഇതിൽ പിന്നെയും കേടാവുന്നതൊക്കെ നമുക്ക് എടുത്ത് മാറ്റി കൊടുക്കാം. പിന്നെ അത് മാത്രമല്ല ഓരോ തവണ എടുക്കുന്ന സമയത്തും നമ്മൾ അതിലുള്ള വെള്ളം ഒന്നങ്ങ് മാറ്റി കൊടുക്കണം കേട്ടോ. അതിനൊരു നല്ല തണുത്ത വെള്ളം തന്നെ എടുക്കുക. അതും വെള്ളം കൂടിപ്പോയത് ജസ്റ്റ് ആ ഒരു തണ്ട് മുങ്ങിക്കിടക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതേപോലെ തന്നെ നമ്മൾ എടുത്ത് യൂസ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ളത് അങ്ങനെ തന്നെ പെട്ടെന്ന് തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. ഇതുപോലെ തന്നെ നമുക്ക് പുതിനയുടെ ഇലയും ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ പല ടിപ്പും യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നേ. അതിൽ വർക്കായൊരു ടിപ്പാണിത്. കാരണം ഇത് വാങ്ങിയിട്ട് നമ്മളെ വിനെഗറും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നല്ലോണം കഴുകി നന്നായി ഡ്രെയിൻ ചെയ്തിട്ട് ടിഷ്യൂ പേപ്പറിൽ എയർ ടൈറ്റ് കണ്ടെയ്നറിലൊക്കെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരു 3-4 ദിവസം ഫ്രഷ് ആയിട്ട് നിൽക്കും. പിന്നെ അതങ്ങ് വാടിപ്പോവൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പം ഒരു 20 ദിവസത്തിൻ്റെ മേലെയായി ഇതിപ്പോൾ ഇങ്ങനെ തന്നെ ഉണ്ട്. അപ്പം മാസങ്ങളോളം നമുക്ക് കേടുകൂടാതെ ഇങ്ങനെ മല്ലിയിലയും പുതിനയിലയും സൂക്ഷിച്ച് വെക്കാം കേട്ടോ. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. സ്റ്റൗ ഓൺ ചെയ്തിട്ട് കുക്കർ നല്ലോണം ചൂടായതിന് ശേഷം വെളിച്ചെണ്ണയിലാണ് ഞാനിപ്പം ചെയ്യുന്നത്. നമ്മൾ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ച് ഗീ കൂടി ചേർത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനിയിപ്പോൾ വെളിച്ചെണ്ണയിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു വെളിച്ചെണ്ണയുടെ ഫ്ലേവർ തന്നെ മതിയാകുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ദം ചെയ്യാനുള്ള സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്നങ്ങ് പൊരിച്ച് മാറ്റി വെക്കാം. എന്നിട്ട് അതിൽ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ക്രഷ് ചെയ്തത് ഇട്ടിട്ട് വഴറ്റിയെടുക്കാം. അതിന് മുൻപേ നമ്മൾ ഹോൾ സ്പൈസസ് ഉണ്ടല്ലോ അത് ആദ്യം ഇട്ടിട്ടൊന്നങ്ങ് പൊട്ടി വന്നതിന് ശേഷം ഇതിൽ സവാളയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ചിക്കനിൽ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ എടുക്കുന്ന വെള്ളത്തിലും ഉപ്പിടും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ആ ഒരു സവാള വാടാൻ ആവശ്യത്തിനുള്ള മാത്രം ഒരു ഇത്തിരി ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്നങ്ങ് വഴറ്റിയെടുക്കുക.
അടച്ച് വെച്ച് വഴറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു തക്കാളി, കൂടുതലൊന്നും വേണമെന്നില്ല, ഒരു തക്കാളി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും ഒന്ന് അടച്ച് വെച്ചിട്ട് ആ ഒരു തക്കാളി നല്ലോണം വേവിച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒന്നങ്ങ് കുക്ക് ചെയ്തെടുക്കുക. ചിക്കൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ ഒരുപാട് സമയം ഇട്ടിട്ട് ഇത് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഓൾറെഡി വിസിലടുപ്പിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഒരു 6-7 മിനിറ്റ് അത്രയും മതിയാകും. ജസ്റ്റ് നമ്മൾ നോക്കുക, ചിക്കൻ്റെ കളറൊന്ന് മാറിയിട്ട് ഒരു വൈറ്റ് കളർ പോലെ ആകുന്ന സമയത്ത് ഇതിലോട്ട് നമ്മൾ പൊരിച്ച ആ ഒരു ഉള്ളി ഉണ്ടല്ലോ അതിൽ നിന്നും കുറച്ച് അതിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ മല്ലിയിലയും പുതിനയിലയും ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു സമയത്ത് തന്നെ ചിക്കന് നന്നായിട്ട് ഗ്രേവി ഇറങ്ങി വരും കേട്ടോ, വെള്ളം. അപ്പോൾ ആ ഒരു ഗ്രേവി നമുക്ക് ആവശ്യമുണ്ട്. അതിൽ ആണ് നമ്മൾ ഈ ഒരു റൈസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഗ്രേവിയോട് കൂടിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ നല്ല ഡ്രൈ ആയിട്ടാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണേ. എന്നിട്ട് വേണം നമ്മൾ ഇതിൻ്റെ മുകളിൽ അരി ഇട്ട് കൊടുക്കാൻ. പിന്നെ അരി ഇടുന്ന സമയത്ത് നമ്മൾ വെള്ളമൊക്കെ നല്ലോണം കളഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ മിക്സ് ചെയ്യരുത് കേട്ടോ. ജസ്റ്റ് സ്പൂണ് വെച്ച് നന്നായിട്ട് അമർത്തി ഒന്നങ്ങ് ലെവൽ ചെയ്ത് കൊടുക്കുക ആ ഒരു മസാലയുടെ മുകളിൽ. എന്നിട്ട് ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടും മിക്സ് ചെയ്യരുത്. ആ ഒരു വെള്ളം അങ്ങനെ തന്നെ ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ കുക്കർ അടച്ച് വെക്കുക. ഹൈ ഫ്ലെയിമിൽ ഒരൊറ്റൊരു വിസിൽ, എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കുക. പിന്നെ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് കറക്റ്റ് നമ്മൾ എടുക്കുന്ന അരിയുടെ അതേ അളവാണ് കുക്കറിൽ റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് എടുക്കേണ്ടത്. ഇപ്പം ഞാൻ 3 ഗ്ലാസ് അരിയാണ് എടുത്തത്. അതുകൊണ്ട് കറക്റ്റ് ആ ഒരു 3 ഗ്ലാസ് വെള്ളം ഉപ്പും ചേർത്തിട്ട് നല്ല വെട്ടി തിളപ്പിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ സ്പൂണിട്ട് ഇളക്കുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്ത് അങ്ങനെ തന്നെ വിസിലടിപ്പിക്കുക. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അതങ്ങനെ തന്നെ വെക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു വിസിൽ പോയതിന് ശേഷം നമ്മളിത് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ സാധാരണ ദം ചെയ്യുന്നത് പോലെ മല്ലിയിലയും സവാളയും ആ ഒരു അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പൊരിച്ചത് ഇട്ട് കൊടുക്കുക. പിന്നെ നല്ലൊരു ഫ്ലേവർ കൂടുതൽ കിട്ടാനായിട്ട് റോസ് വാട്ടറിൽ ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തിട്ടുണ്ട്, അതും ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടും ഇത് നമ്മൾ മുഴുവനായിട്ടും മിക്സ് ചെയ്തെടുക്കരുത്. ജസ്റ്റ് മുകളിൽ നിന്ന് മാത്രം ആ ഒരു ദം ചെയ്ത ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം മുകളിൽ നിന്ന് അടിയിലോട്ട് പോവാതെ. എന്നിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം അങ്ങനെ തന്നെ വെക്കുക. എന്നിട്ട് നമ്മളിത് സെർവ് ചെയ്താൽ നല്ല അടിപൊളി പെർഫെക്റ്റ് നമ്മുടെ മംഗലപ്പുരയിൽ നിന്ന് കിട്ടുന്ന ബിരിയാണി എങ്ങനെ ഉണ്ടാവും അതുപോലത്തെ ടേസ്റ്റിൽ നമുക്ക് ഈ ഒരു ബിരിയാണി കഴിക്കാൻ പറ്റും. ഈ ഒരു കുക്കറിൻ്റെ അടപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നല്ല മംഗലപ്പുരയിലെ ബിരിയാണിയുടെ മണം ഉണ്ടായിരുന്നേ. എന്നിട്ട് ഇത് നമ്മൾ ഇപ്പോൾ സെപ്പറേറ്റ് ആണ് സെർവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ മുകളിൽ നിന്ന് ആ ഒരു റൈസ് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ട് മസാല എടുത്താൽ മതി. എല്ലാവരും മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ഒന്നങ്ങ് കുക്കറിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ കൂടെ നമ്മളെ തേങ്ങാ ചട്നി ഉണ്ടല്ലോ അതും അച്ചാറും പപ്പടവും വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു കോഴിമുട്ട പുഴുങ്ങിയതോടെ സൂപ്പറായിരിക്കും. പക്ഷേങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു സൈഡ് ഡിഷ് ഒന്നും ഇല്ലാതെ തന്നെ ഈ ഒരു ബിരിയാണി തന്നെ കഴിക്കാനും നല്ല ഫ്ലേവർഫുള്ളായിട്ടാണ് ഉള്ളത്. എത്ര വേണമെങ്കിലും നമുക്ക് ഈ ഒരു ബിരിയാണി മാത്രമായിട്ടും കഴിക്കാം. ഞാനൊരു സ്പെഷ്യൽ ബിരിയാണിയാണ് ഉണ്ടാക്കിയ ടേസ്റ്റ് നോക്കിയാ. ഇതാണോ സ്പെഷ്യൽ? യെസ്, ടേസ്റ്റ് നോക്കാം. ഓ പപ്പടം. താങ്ക് യു. മാഷാഅല്ലാ മാഷാഅല്ലാ സൂപ്പർ. എന്ത് ബിരിയാണി പറ? കുക്കർ ബിരിയാണി. ഞാൻ ആദ്യമായിട്ടാണ് കുക്കറിൽ ഒരു റൈസ് ഉണ്ടാക്കിയത്. ഇത് നല്ല ഗീ റൈസ് ആയാലും ഒന്നും ഞാൻ ഇതുവരെ കുക്കറിൽ ഉണ്ടാക്കിയില്ല. നല്ല ഒറ്റ ഒരു വിസിലിന് ആയതായത്. എന്തെങ്കിലും വേവെല്ലാം കറക്റ്റ് അല്ലേ? അപ്പം എങ്ങനെയാ ഉണ്ടാക്കുകയല്ലേ? ഇതുവരെ കുക്കറിൽ ബിരിയാണി വെക്കാത്തവരോ നല്ല മടിയന്മാരോ നല്ല മംഗലപ്പുരയിലെ ബിരിയാണി കഴിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെയാണോ നിങ്ങൾ? എന്നാൽ ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെയുള്ള ആരെങ്കിലും നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ മറക്കാതെ ഈ ഒരു വീഡിയോ ഷെയറും ചെയ്ത് കൊടുത്തേക്കണേ. പിന്നെ ഇതുപോലുള്ള ഈസി റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ അച്ചൂസ് ടൈം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.